ഒനീലിനോട് കരഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ലക്ഷ്മി ഒനീലിനോടും അതുപോലെ തന്നെ എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയുന്ന രീതിയിൽ ലക്ഷ്മി പറഞ്ഞു. അതുപോലെ തന്നെ മസ്താനി എവിക്റ്റ് ആയപ്പോഴത്തേക്കും ആര്യന്റെ ഒരു തുള്ളലായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. കാരണം കഴിഞ്ഞ ആഴ്ച അപ്പാനി ശരത്ത് പോയപ്പോഴത്തേക്കും മസ്താനി കാണിച്ചത് എന്താണോ അത് തന്നെ കർമ്മയായിട്ട് തന്നെ എന്താണ് നമ്മുടെ മസ്താനിക്ക് കിട്ടുന്നുണ്ട്. മസ്താനി കിട്ടാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്താണ് അന്നും മസ്താനിനെ കാണിച്ചു, ഇതിപ്പോ മസ്താനിക്ക് കാണിക്കാൻ എന്താണ് നമ്മുടെ ആരും വന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇന്ന് ഫുൾ ഡിസ്കസ് ചെയ്തത് ലാലേട്ട ഫുൾ ഡിസ്കസ് ചെയ്തത് കിച്ചൺ വഴക്കുകളായിരുന്നു. നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഒനീലിന്റെ പരാതിയാണ് അതിന് ചോദിക്കുന്നത്. ഒനീലിന്റെ പരാതി എന്താണെന്നൊക്കെ ചോദിക്കുന്നു. എന്താണ് ഒനീൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരോടും ചോദിക്കുക, നിങ്ങൾക്ക് സത്യാവസ്ഥ കാണണ്ടേ, നിങ്ങൾക്ക് നിങ്ങൾ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ വീഡിയോ സഹിതം കാണിക്കും. വീഡിയോ സഹിതം അതുപോലെ തന്നെ ഒനീൽ എങ്ങനെ വീഴാൻ പോയി, ആ കാലം എവിടെയാണ്, കാലം എങ്ങനെ വന്നിട്ടാണ് വീഴാൻ പോയി എന്നുള്ളത് സർക്കിൾ ചെയ്തൊക്കെ കാണിച്ചു, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. എന്താണ് ഒനീലിന് സമാധാനം, കാരണം ഒനീലിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. അപ്പോൾ ഒനീലിന് സമാധാനമായി മസ്താനിയോട് ചോദിക്കുകയാണ്, മസ്താനി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് പക്ഷെ അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി എന്ന് മസ്താനി പറയുന്നുണ്ട്. മസ്താനിക്ക് മനസ്സിലായി പെട്ടെന്ന്, എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായി. ലക്ഷ്മി സോറിയും പറഞ്ഞു കേട്ടോ. ലക്ഷ്മി എല്ലാവരും മുന്നിൽ സോറിയും പറഞ്ഞു. ഞാൻ ആ നേരത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം ഒനീൽ എന്ന് പറഞ്ഞിട്ട് സോറിയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒനീലിനോട് ഇപ്പൊ ഒനീലിനെ പറ്റി ആർക്കും ഒരു തെറ്റിദ്ധാരണ ഇല്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ ഓഡിയൻസ് ആയാലും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഒനീലിന്റെ അമ്മ വിളിക്കുന്നു. അമ്മ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒനീലിന് നീ നല്ല ഗെയിമറായിട്ട് കളിക്കുക, കാരണം എനിക്ക് ഒരു പ്രശ്നമില്ല, നീ നന്നായിട്ട് കളിക്കുക, നമ്മൾ പ്രൗഡാണ്, നിന്നെ ഓർത്ത് ഞങ്ങൾ നല്ല പ്രൗഡാണെന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഒനീൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഷയം കഴിയുന്നു. പിന്നെ ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. ക്യാപ്റ്റൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻസിയിൽ അഭിലാഷിന്റെ ക്യാപ്റ്റൻസിയാണ്, അഭിലാഷ് എന്നൊരു ക്യാപ്റ്റൻ. പക്ഷെ അനീഷ് എന്ന് ആദ്യമായിട്ട് ഒരാളുടെ ക്യാപ്റ്റൻസി നല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ എല്ലാവരും അതൊരു അത്ഭുതമാണല്ലോ. ലാലേട്ടൻ പറഞ്ഞു, അയ്യോ ഇതുവരെയായിട്ട് പറയാത്ത പറഞ്ഞല്ലോ നല്ലതാണെന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ്റെ ഒരു അത്ഭുതമായി. പിന്നെ ആര്യൻ അനീഷിന്റെ മറ്റേ ഇഷ്യൂ, മറ്റേ പാത്രം കഴുകി വെക്കടാന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ അനീഷ് ആര്യനോട് പറയില്ല, ആ ഒരു സംഭവം പറയാണ്, എല്ലാവരും പാത്രം കഴുകുക എന്നുള്ള കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ മസ്താനി ആര്യന് ഉന്തിയിട്ടൊരു കേസ് വേറൊന്നുമല്ല. ഈ മസ്താനി എന്ത് ചെയ്തു, മറ്റേ ആര്യനും ഇങ്ങനെ ഉന്തിയിട്ടില്ലേ, അത് ആര്യം പറഞ്ഞിട്ടാണ് ഉന്തിയിടുന്നത്, എന്നിട്ടാണ് അനിമോളുടെ മേത്തേക്ക് വെള്ളം വീഴുന്നതും. അപ്പോൾ ആ കാര്യം പറഞ്ഞു, കാരണം ആര്യൻ പറഞ്ഞു കേൾപ്പിച്ചതാണ് ആ സാധനം. അപ്പൊ അത് ഓക്കെ. പിന്നെ സാവുമാൻ എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് സാവുമാൻ ചോദിക്കുന്നത്, സാവുമാൻ അവിടെ നിൽക്കുന്നത് ഫെയർ ആണോ? ഞാൻ പറയുന്നത് ഈ ആഴ്ച തന്നെ അത് പോകണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീണേക്കാളും മസ്താനേക്കാളും കൂടുതൽ ഇത് പോവേണ്ടത് സാബുമാൻ ആയിരുന്നു. അറിയില്ല, ഇനിയിപ്പോ പ്രേക്ഷകർക്ക് എന്താണ് സേഫ് ഗെയിമേഴ്സ് കളിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം, അറിയില്ല. അപ്പോൾ സാബുമാനോട് ചോദിക്കും, നിങ്ങൾ എന്താ ഗെയിം കളിക്കാത്ത, 2 ആഴ്ചയായിട്ട് നിങ്ങൾ ഗെയിം നിരീക്ഷിക്കുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞത്, എന്നിട്ടൊന്നും കളിക്കുന്നില്ലേ? കളിക്കണം ലാലേട്ട, ഇങ്ങനെ കളിക്കണം ലാലേട്ട, നമുക്കിനി എന്താണ് വരും ആഴ്ചയിലൊക്കെ എൻ്റെ കളികളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നല്ല ചിരിച്ചിട്ടൊക്കെയാണ് സാബുമാൻ പറയുന്നത്. അടുത്ത ആഴ്ച കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നില്ല സാബുമാൻ അടുത്ത ആഴ്ച ആരെങ്കിലും വോട്ട് ചെയ്യുമോന്ന്, സത്യം. കാരണം എന്താണ് സേഫ് ഗെയിമേഴ്സ് ആണ് എന്നുള്ള കാര്യം പറയും, പക്ഷെ അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, അറിയില്ല. ഇനി സാബുമാൻ ഒരു പാവമാണ് നേരിട്ട് ചിലപ്പോൾ ആരും വോട്ട് ചെയ്യത്തില്ലായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ സാബുമാൻ അടുത്ത ആഴ്ച മുതൽ കളിച്ചു തുടങ്ങുക കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു നീണ്ട കിച്ചൺ ലിസ്റ്റായിരുന്നു, കിച്ചൺ വഴുക്കൾ, തക്കാളി, ക്യാരറ്റ്, കുക്കീസിനെ പറ്റി, ആലു പെറാട്ട, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പ്രവീണിന്റെ കേസ് പറയുന്നത്. പ്രവീൺ പ്രവീൺ ക്യാപ്റ്റൻ ആയപ്പോൾ സാധനങ്ങൾ കട്ടെടുത്തു. ഇനി പ്രവീൺ ഒരു ഡയലോഗ് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും കട്ട് തിന്നും, അല്ലെങ്കിൽ ഞാൻ എടുത്ത് തിന്നും, എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആരോടും പറയുന്നുണ്ട്. പക്ഷേ പ്രവീൺ, നമുക്ക് തോന്നുന്നില്ല അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നു, നിങ്ങളെ എവിക്റ്റഡ് ആണെന്ന് കാണിക്കുന്നു.
പ്രവീൺ അങ്ങ് ഇല്ലാണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ മസ്താനിയും ലക്ഷ്മി ഒന്നും പ്രതീക്ഷിക്കില്ല. ലക്ഷ്മിയും മസ്താനും പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്രവീൺ നല്ല രീതിയിൽ തന്നെ ഇവിടെ കളിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തില്ല. അപ്പൊ അത്രയും നമ്മളൊന്നും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ. അപ്പോൾ ഇവര് പറയുന്നു ഇവര് നല്ല രീതിയിൽ പ്രവീൺ നല്ല രീതിയിൽ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല പ്രവീൺ കളിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഔട്ട് വന്നപ്പോഴത്തേക്കും ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണോ ഒന്നും അറിയില്ല. ലക്ഷ്മിയും മസ്താനും ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രവീൺ നല്ല രീതിയിൽ തന്നെ അവിടെ കളിക്കുന്ന ഒരാളായിരുന്നു, എല്ലാത്തിനും അത്യാവശ്യം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പ്രവീൺ ഔട്ടായപ്പോ ലക്ഷ്മിയും മസ്താനും ഷോക്കായിട്ടുണ്ട്, മസ്താനും കരയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രവീൺ പുറത്ത് വരുന്നു. പ്രവീണിന്റെ ഒക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജേണി വീഡിയോ എനിക്ക് കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ജേണി വീഡിയോ ആയിരുന്നു. അങ്ങനെ പ്രവീൺ എവിക്റ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാമല്ലോ, പ്രവീണേക്കാളും ഏറ്റവും ഡിസേർവിങ് ആയിരുന്നു സാബുമാൻ പോകുന്നത്. കാരണം ഔട്ടാവുന്നതിൽ പ്രവീണൊക്കെ അത്യാവശ്യം സംസാരിക്കുന്നെങ്കിലും ഉണ്ട്. സംസാരിക്കാത്ത ആൾക്കാരൊക്കെ അങ്ങ് ഇറക്കി വിടണം. ഇപ്പൊ സാബുമാനാണ് ഇപ്പോൾ അവിടെ ഇല്ലാത്ത. പിന്നെ ബിന്നി ഉണ്ടായിരുന്നു, ഒരാഴ്ച മുന്നേ ബിന്നി ആയിരുന്നു. ഇപ്പൊ ബിന്നിയും അത്യാവശ്യം ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അറിയില്ല. പിന്നെ ഒനിയില് വീണ്ടും ആ ഒരു ഇഷ്യൂ. പിന്നെ മറ്റേ ടിക്ക് ശരിയും തെറ്റി, ഇവിടെ വീട്ടിൽ നിൽക്കണമെന്ന് തോന്നുന്നവരും വിൽക്കണ്ടെന്ന് തോന്നാത്തവർക്കും ഇത് കൊടുക്കുക എന്ന് പറയുന്നത്. 3 തെറ്റുകൾ ലക്ഷ്മിക്ക് കിട്ടുന്നു, 2 ശരി ആദിലക്കും ആര്യനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒനിയില് പറയാണ് നമ്മളെല്ലാ ബോയ്സിനോടും ഇവര് മാപ്പ് പറയും. കാരണം ഇതിപ്പോ നാളെ ഇതേപോലെ നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ. ഇതേപോലെ പെൺകുട്ടികൾ ഒരു പരാതി പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇത് കേൾക്കാതെ തന്നെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ ഇതുണ്ട്. അതുപോലെ തന്നെ ഞാനായതുകൊണ്ട് പ്രതികരിച്ചു, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ബോയ്സിനോട് നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി കരഞ്ഞിട്ട് തന്നെ മാപ്പ് പറയുന്നുണ്ട്. ലക്ഷ്മി കണ്ണീര് വന്നില്ല എന്നുള്ളു, പക്ഷെ വിങ്ങുന്നുണ്ട്. സൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലക്ഷ്മി ആണെങ്കിൽ കരഞ്ഞ എല്ലാവരോടും സോറിയും പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു എനിക്കറിയില്ല, ഞാൻ ഈ ആഴ്ച പോകുന്നു, കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു ദിവസം നോക്കുമ്പോൾ പോവായിരിക്കും എന്നൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയാണ് ബ്രേക്കിന് പോയി തിരിച്ചു വരികയാണ്. എവിക്ഷൻ കാർഡ് കയ്യിൽ ലാലട്ടൻ്റെ കയ്യിലുണ്ട്. മസ്താനി എവിക്റ്റഡ് ആണെന്ന് കാണിക്കുന്നു. മസ്താനി വരുന്നു. ആരും മസ്താനിയോടും വലിയ രീതിയിൽ മിണ്ടുന്നൊന്നുമില്ല. ആദില നൂറയും നല്ല സന്തോഷത്തിലാവുന്നുണ്ട്. പിന്നെ മസ്താനി ഇറങ്ങുന്ന സമയത്താണ് പുലിക്കളി നടക്കുന്നത് അവിടെ. വേറെ ഒന്നുമല്ല, ആര്യൻ പുലിക്കളിയുടെ ഒരു മുഖം മൂടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഭയങ്കര അതിനു മുന്നേ ഈ ഹാളിന്ന് ഇറങ്ങി വരുന്നത്തേക്ക് ആര്യന്റെ ഒരു ചാട്ടം ഉണ്ടായിരുന്നു. ആര്യൻ ചാടി വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് കാണിച്ചിട്ട് പോയിട്ടുണ്ട്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം കർമ്മ എന്നുള്ള സംഭവം മസ്താനിക്ക് കിട്ടി. പക്ഷെ മസ്താനി പറയുന്നുണ്ടായിരുന്നു ഞാൻ അടുത്ത ആഴ്ച പോയതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കൊടുത്തത് തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ മസ്താനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മസ്താനി ഔട്ടായി. ഇവളെ ആ പുറത്ത് ഇറങ്ങുന്നത് വരെ മസ്താനി ഇട്ടിട്ട് കളിയാക്കിയിട്ടുണ്ട് ആര്. കാരണം അത്രയ്ക്കും ആണല്ലോ. പിന്നെ മസ്താനി പോയപ്പോഴത്തേക്കും ക്യാമറ നോക്കിയിട്ട് അക്ബർ പറയുന്നുണ്ടായിരുന്നു, അക്ബറും ആര്യനും റെന ഫാത്തിമ എല്ലാവരും പറയുന്നു കണ്ടില്ല അപ്പാനിച്ചേട്ടൻ പറഞ്ഞ പോലെ കർമ്മ റിയലാണ്. മസ്താനി അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും മസ്താനിക്ക് തിരിച്ചത് കിട്ടി എന്ന് ക്യാമറ നോക്കി പറയുന്നു. വീട്ടിലെ എല്ലാവരും നമ്മുടെ ലാലേട്ടൻ മസ്താനിയെ ക്ഷണിക്കുന്നു, ജേണി വീഡിയോ കാണിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ഒരു രസകരമായ ഒരു ടാസ്ക് ഒക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും പറഞ്ഞേക്കുന്നു. അടുത്ത ആഴ്ച വരുന്ന ഹോട്ടൽ ടാസ്ക് ആണ്. നമ്മൾ പറഞ്ഞതാണ് വീഡിയോയിൽ, ഹോട്ടൽ ടാസ്ക് വരാണ്. ഗസ്റ്റുകളും അതിഥികളും വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ചെറിയ പണികളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഒരു ക്ലൂ ഒക്കെ തന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എപ്പിസോഡ് നടന്നത്. പിന്നെ എപ്പിസോഡിൽ നിന്ന് കുറച്ച് വെച്ചാല് അനുമോളൊക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ആര് പോയാലും കളിയാക്കരുത്. ഓക്കെ നമുക്ക് തിരിച്ച് ഓക്കെ സമ്മതിച്ചു. മസ്താനി പോയപ്പോ അല്ല അപ്പാനി പോയപ്പോ ചിരിച്ചു നോക്കിയപ്പോ, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു. കാരണം അനുമോൾ പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. കാരണം അവരോ ചീത്തയാണ്, നമ്മളും ചീത്ത ആവണോ അതിന്റെ കൂട്ടത്തില്, അതാണ് അനുമോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് അനുമോൾ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും റെന ഒരു കട്ടിൽ കിടക്കുന്നത് നമ്മുടെ
ആരും വന്നിട്ട് റെനയുടെ മേത്ത് കയറി കിടക്കാകുമ്പോഴത്തേക്കും റെന പേടിച്ചു പോയി. പെട്ടെന്ന് ബെന്നിനോട് ഈ കാര്യം പറയുന്ന സമയത്ത് കരയുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 19 വയസ്സുള്ള ഒരാളായത് കൊണ്ടായിരിക്കും അത്യാവശ്യം. കാരണം ഇതൊന്നും ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴേ, കാരണം അത്രയും റെന ഫാത്തിമയെക്കാളും നല്ല വയസ്സ് പ്രായമുള്ള ഒരു ആളാണ് ആര്യൻ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പേടിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ ആരുമില്ല ഇതായിട്ട്, ആരും കോമഡി ആയിട്ടാണ് ചെയ്തത്. അപ്പം അതും കേസും പറഞ്ഞിട്ട് രേണ ചെറുതായിട്ടൊന്ന് മൂഡ് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ നടക്കുന്നത് നാളത്തെ പ്രൊമോയാണ്. നാളത്തെ പ്രൊമോയിൽ സീസൺ 4 നമ്മൾ കണ്ട അതേ സംഭവം തന്നെയാണ്. വേറൊന്നുമല്ല, നോട്ട് പാഡ് ഉണ്ടാവും. നോട്ട് പാഡിൽ എന്താണ് ഇത് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ വേറൊന്നും നോട്ട് പാഡിൽ എന്തെങ്കിലും എഴുതിയിട്ട് എന്താ എഴുതിക്കൊണ്ടിരുന്നത്, നമ്മുടെ പേരാണ്. നമ്മുടെ പേര് എന്തോ എഴുതിയിട്ട് ബോർഡിൽ ഒട്ടിക്കുക. ഏറ്റവും കൂടുതൽ പേപ്പർ ആരാന്ന് വെച്ചാൽ അവർ ക്യാപ്റ്റൻ. ഇതാണ് സംഭവം. സീസൺ 4 ഈ സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടുതലും എടുത്ത് കാണിക്കുന്ന കളർ ഏതാണെന്ന് വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഒക്കെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.